നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ഏപ്രിൽ 15 വിഷുവിന് ശേഷം 2027 ഏപ്രിൽ 14 വരെയുള്ള ഒരു വർഷ കാലയളവിൽ, അതായത് അടുത്ത വിഷു വരെ ഏറെ സൗഭാഗ്യങ്ങൾ നേടാൻ യോഗമുള്ള 11 നക്ഷത്രക്കാരെ പറ്റി നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അവർ മൂലം സൗഭാഗ്യം കടന്നു വരാൻ ഇടയാകും. ഈ നാളുകാർക്ക് ഭഗവാൻ കൃഷ്ണന്റെയും മഹാദേവന്റെയും അനുഗ്രഹവും അവരുടെ പ്രീതിയും ഉണ്ടാകും. വിഷു സംക്രമം അനുകൂലമായതിനാൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF 100 രൂപയ്ക്ക് ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അതിലാദ്യമായി കാർത്തിക നക്ഷത്രക്കാർ. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് വിഷുവിന് ശേഷം വരാൻ പോകുന്നത്. വിഷു സംക്രമം അനുകൂലമായതിനാൽ ജീവിതത്തിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ കൈവരും. കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി പലവിധ ലാഭസ്ഥാനങ്ങളുടെ ഭാവമായ 11-ൽ ഏറ്റവും അനുകൂലനായും വ്യാഴം ധനസ്ഥാനത്ത് അത്യധികം ശ്രേഷ്ഠതയോടുകൂടിയും നിൽക്കുന്നു. അതിനാൽ തന്നെ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. ലോട്ടറി, ഊഹക്കച്ചവടം മുതലായ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളും താൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ഓർഡറുകൾ വഴിയുള്ള വരുമാന നേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ളവർക്ക് ലഭിക്കേണ്ട ധനം കുറച്ചായി ലഭിച്ചു തുടങ്ങും. സന്താനങ്ങൾക്ക് വേണ്ടി മുതിർന്നവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഇടയാകും. വിവാഹം, ഉപരിപഠനം, ജോലി എന്നിവയ്ക്കെല്ലാമുള്ള പരിശ്രമം വിജയപ്രദമാക്കാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സന്താനയോഗമുണ്ടാകും. ജോലിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം സൂര്യൻ തന്റെ ഏറ്റവും ഉച്ചസ്ഥാനമായ മേടം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇവർക്ക് മേടം രാശി 10ാം ഭാവമായതിനാൽ വിഷുവിന് ശേഷം ജോലി സംബന്ധമായും പിതൃസംബന്ധമായും ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. ജോലിയിൽ മാറ്റമുണ്ടാകുന്നതിനും അതല്ലെങ്കിൽ മികച്ച വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. അതിനാൽ നല്ലൊരു ജോലിക്കുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ അതിലേക്ക് എടുത്തു ചാടാൻ ഒരിക്കലും മടിക്കരുത്. വിദേശത്ത് മികച്ച തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണിത്. അതിനാൽ തന്നെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതെ നോക്കണം. രാഷ്ട്രീയം അതല്ലെങ്കിൽ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സൂര്യൻ അധികാരത്തിന്റെ കാരകനായി ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ പലവിധേന കീർത്തി ഉണ്ടാകുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതുമാണ്. സൂര്യന് രോഗത്തിന്റെ കാരകത്വമുള്ളതിനാൽ കൂടിയും സൂര്യൻ 10ാം ഭാവത്തിൽ ഉച്ചസ്ഥനായതിനാൽ രോഗദുരിതങ്ങൾക്ക് വളരെ ശമനം ലഭിക്കും. അതല്ലെങ്കിൽ നല്ല രീതിയിൽ ചികിത്സകളും മറ്റും ചെയ്താൽ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. അടുത്തതായി പൂരം നക്ഷത്രക്കാർ. പൂരം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം ഏറെ സൗഭാഗ്യകരമായ അവസ്ഥകളാണ് വരാനിരിക്കുന്നത്. തന്റെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും തന്റെ കീഴിൽ പരിചാരകന്മാരും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും വരുന്നതിനും ഇടയാകുന്നതാണ്. അതായത് തനിക്ക് താൻ ചെയ്യുന്ന ജോലിയിലോ താൻ ചെയ്യുന്ന ബിസിനസ്സിലോ അധികാരം ലഭിക്കുന്നതിന് ഇടയാകും. തന്റെ ബിസിനസ്സിൽ കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നതിനും തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുന്നതുമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നു ചേരുന്നതാണ്. തൊഴിലിടത്തിൽ പ്രതികൂലതകൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ സാധിക്കും. പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് അടുത്ത വിഷുവിനുള്ളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്.
അടുത്തതായി ഉത്രം നക്ഷത്രക്കാർ. വിഷുവിന് ശേഷം ലോട്ടറി എടുത്താൽ പോലും സൗഭാഗ്യം കടന്നു വരും എന്നുള്ള രീതിയിലുള്ള സമയമാണ് ഇവർക്ക് കടന്നു വരാനിരിക്കുന്നത്. ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടിവരും. സർക്കാർ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ, സാംസ്കാരിക പ്രവർത്തകർ, ബിസിനസ് ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതി ഉയരാനുള്ള സാധ്യത കാണുന്നു. വിദ്യ കൊണ്ട് വിജയം നേടുന്ന ഭാഗ്യമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ അറിവ് കൊണ്ട് ധാരാളം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഉത്രം നക്ഷത്രത്തിൽപ്പെട്ട പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം ഇപ്പോൾ കൈവരുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് ശ്രമിക്കുന്നവർക്ക് വിഷു സംക്രമണം വളരെ ഗുണകരമായി തീരുകയും നിങ്ങൾക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഇടയാകുന്നതുമാണ്. ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ഇവർക്ക് മഹാവിഷ്ണു പ്രീതി വളരെ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് ഇവർ തൊട്ടതെല്ലാം പൊന്നാകും. അടുത്തതായി അനിഴം നക്ഷത്രക്കാർ. അനിഴം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വളരെ ഗുണ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. നിലവിലെ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി ഇവർക്ക് അല്പം മോശമാണെങ്കിലും വിഷു സംക്രമം അനുകൂലമായതിനാൽ ഇവർക്ക് അത്തരത്തിലുള്ള ദോഷഫലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. എന്നാൽ ജൂൺ 2 ശേഷമുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റ ശേഷം അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴം വളരെ അനുകൂലസ്ഥനായി മാറുന്നു. ഈ സമയത്ത് ലോട്ടറി മുതലായ മികച്ച വരുമാനങ്ങൾ അതല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്നും നല്ല നേട്ടം ഉണ്ടാക്കാൻ ഇടയാകുകയും ചെയ്യും. 9ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം ഉറപ്പായിട്ടും ഇവർക്കേറെ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകും. അതല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിൽ നേടുന്നതിന് ഇടയാകുന്നതുമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും മോചനം ലഭിക്കുകയും തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും വീട്ടി തീർക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായി മൂലം നക്ഷത്രക്കാർ. മൂലം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ ഫലം ഏറെ ഗുണപ്രദമാണ്. വിഷു സംക്രമ ശേഷം ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ കടന്നുവരും. നിലവിലെ രാഹുകേതുക്കളുടെ സ്ഥിതി ഇവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായ രീതിയിലാണ്. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. കുടുംബജീവിതം ഭദ്രമാകുകയും കാര്യങ്ങൾ ദൈവാധീനത്താൽ വിജയിച്ചു വരികയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, പുതിയ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്നിവ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഉറപ്പായും ലഭിക്കും. പല രീതിയിലും കീർത്തിയും ശത്രുവിജയവും ഗൃഹയോഗവും വാഹനയോഗവും തൊഴിൽ ഉന്നതിയും തൊഴിൽ തേടുന്നവർക്ക് അനുകൂല അവസരങ്ങളും ലഭിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രക്കാർ. പൂരാടം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമശേഷം വരുന്ന ഇടവമാസം മുതൽ ഏറെ ഭാഗ്യ അനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ ഇവർക്ക് നിലവിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും. മേടമാസം കഴിയുന്നത് വരെ ഇവർക്കൊരൽപ്പം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കലഹങ്ങളും ധനനഷ്ടവുമെല്ലാം ഉണ്ടാകാൻ ഇടയാകുന്നതാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് നിലവിൽ രാഹുകേതുക്കളും വ്യാഴവും അനുകൂലമായതിനാൽ വിഷുവിന് ശേഷം ജീവിതത്തിൽ വളരെ മികച്ച അനുഭവങ്ങൾ കടന്നുവരും. രാഹു ഗുണപ്രദമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഏതു വിധേനയും ഇവർ ഒരുപാട് ലാഭം നേടുന്നതിനായി ശ്രമിക്കും. പല രീതിയിലും ബിസിനസ് തുടങ്ങുന്നതിന് സാധിക്കുകയും ജീവിതത്തിൽ മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ധനസമ്പാദനത്തിനായി ഇവർ ശ്രമിക്കുകയും ചെയ്യും. അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ. ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമം അനുകൂലമാണ്. അതിനാൽ തന്നെ ഏറെ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും. ഇവരുടെ 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതും കൂടാതെ 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ അടുത്ത വിഷുവിന് മുൻപായി ലഭിക്കുന്നതിന് ഇടയാകും. ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ്. ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ്. വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും.
ശനി അനുകൂലമായതിനാൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും. തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും. ഈ നാളുകാരുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. വാഹനങ്ങൾ, ക്ഷേത്രങ്ങൾ, കണക്ക്, ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ. തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷുസംക്രമം ഏറ്റവും അനുകൂലമാണ്. കൂടാതെ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. അടുത്ത വിഷു വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. നിലവിൽ മേടമാസത്തിൽ ശനി അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യദായകമാണ്. അതിനാൽ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ സാധിക്കുകയും ചെയ്യും. നല്ല രീതിയിലുള്ള ഉയർച്ചയും പ്രശസ്തിയുമെല്ലാം നേടിക്കൊണ്ട് സമൂഹത്തിന് മുൻനിരയിലേക്കും അധികാരത്തിന് മുൻനിരയിലേക്കൊക്കെ തിരുവോണങ്കാർ വന്നുചേരും. കലാകായിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം കടന്നുവരും. പുതിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ അതല്ലെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് വിജയമായി കിട്ടുന്ന സമയമാണിത്. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വരുന്ന വ്യാഴമാറ്റം ഏറെ ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ പല വിധേന വരുമാനം നേടുന്നതിന് ഇവർക്ക് സാധിക്കും. കാരണം വ്യാഴം രാശി മാറുന്നത് ലക്ഷ്മി ഗൃഹത്തിലേക്കാണ്. അവിടെ ധനകാരകനായ വ്യാഴം നിൽക്കുന്നത് നിമിത്തം ഇവർ പല മാർഗങ്ങളിൽ നിന്നും വരുമാനം നേടുന്നതിനായി ശ്രമിക്കുകയും അതിലെല്ലാം വിജയം സിദ്ധിക്കുകയും ചെയ്യും. വിഷുസംക്രമം അനുകൂലമായതിനാൽ ശനിദോഷങ്ങൾ ഇവരെ ബാധിക്കുകയില്ല. മാത്രമല്ല അടുത്ത വിഷുവിന് മുൻപായി രാഹുകേതുക്കൾ അനുകൂല ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. ലോട്ടറി ഭാഗ്യം പോലുള്ള ഫലങ്ങൾ ലഭിക്കാൻ ഇവർക്ക് യോഗമുണ്ടെന്ന് വേണം പറയാൻ. വിഷുവിന് ശേഷം അടുത്ത വിഷുവിന് മുൻപായി ഈ നാളുകാരെ തേടി സർവ്വ ഐശ്വര്യവും അഭീഷ്ടസിദ്ധിയും കൈവരും. വ്യാഴം രാശി മാറുന്നത് കർക്കിടക രാശിയിലേക്കായതിനാൽ തന്നെ കൃഷി, ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഹോട്ടൽ, ആരോഗ്യ മേഖല എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വിഷുവിന് ശേഷം ഏറെ ഗുണപ്രദമായ അവസരങ്ങൾ കടന്നുവരും. അടുത്തതായി രേവതി നക്ഷത്രക്കാർ. വ്യാഴം കർമ്മകാരനായി ലക്ഷ്മി സ്ഥാനത്തേക്ക് ജൂൺ 2 ശേഷം ഗോചരവശാൽ മാറുന്നതിനാൽ ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതാണ്. ശനി നിലവിൽ അനുകൂലസ്ഥിതനല്ലെങ്കിലും വിഷുസംക്രമം അനുകൂലമായതിനാൽ ഇവർക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചയുണ്ടാകും. രേവതി നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏറെക്കാലം വരുമാനം ലഭിക്കുന്നതിനായിട്ടുള്ള മറ്റു മാർഗങ്ങൾ ലഭിക്കാൻ ഇടയാകും. അതല്ല എങ്കിൽ ഒരു വലിയ ധനനേട്ടം ഉണ്ടാകാനും ആ ധനനേട്ടത്തിൽ നിന്നുമുള്ള വരുമാനം ജീവിതാവസാനം വരെ ലഭിക്കുന്നതിന് ഇടയാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരെ തേടി അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാനിരിക്കുന്നത്. ധനം, വിദ്യ, കർമ്മം എന്നിവയിൽ അപ്രതീക്ഷിത ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിനും പ്രണയ സാഫല്യത്തിനും അനുകൂല സമയമാണിത്. ഇതുവരെ നടക്കാതിരുന്ന ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായി മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറി വിഷുവിന് ശേഷം ഏറെ ധനനേട്ടം തേടിയെത്തും.